ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറൽ. ലാലേട്ടന്റെ ബ്ലോഗ് പണ്ടേ ഹിറ്റാണ്. അത്രത്തോളം ഇല്ലെങ്കിലും മിക്ക താരങ്ങളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ നെറ്റിൽ ചർച്ചയായിട്ടുണ്ട്. യുവതാരം ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നെറ്റിൽ ഹിറ്റ്. തനിക്ക് പറ്റിയ ഒരു അമളി രസകരമായി കുറിച്ച് ഒപ്പം അല്പം പരിസ്ഥിതി കൂടി ചേർത്താണ് താരത്തിന്റെ പോസ്റ്റ്. ജയസൂര്യയുടെ കുറിപ്പ് ചുവടെ: ചേട്ടാ, എന്തൊരു ഹോട്ടാ! ഇടി ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റിന്റെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്റെ പുറകിൽ നിന്ന് ഒരു സുന്ദരിയായ കുട്ടി പറയാ, ചേട്ടാ, എന്തൊരു ഹോട്ടാ! എന്റെ മനസ്സിലും ഞാൻ സൺഗ്ലാസ് വെച്ച് കുട്ടി കണ്ടിട്ടില്ലല്ലോ, ഇതിലും ഹോട്ടാ. അങ്ങനെ ഉള്ളിൽ അഹങ്കരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ആ കുട്ടി തലവഴി ചുരിദാറിന്റെ ഷോൾ എടുത്തിട്ടുകൊണ്ട് തന്റെ ഭർത്താവിനോട് പറയാ, നമുക്ക് വേഗം തിരിച്ചു പോവാം, ഈ ചൂട് സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ഒരു നിമിഷം ശശികുമാരനായി. സത്യമാണുട്ടോ, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒടുക്കത്തെ ചൂട്, ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാ നമ്മുടെ ജോലിയെല്ലാം രാത്രിയിലേക്ക് മാറ്റി രാവിലെ കിടന്നുറങ്ങേണ്ടി വരുന്നു. ഈ വെയിലത്ത് പണിയെടുക്കണ പാവം കൺസ്ട്രക്ഷൻകാരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. സിനിമക്കാരും അതേ അവസ്ഥയിൽ തന്നെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മക്കൾ പറയുന്നത്, അയ്യോ, അച്ഛനില്ല, ഷൂട്ടിങ്ങിന് പോയേക്കാന്നാ. മക്കളെ, ഇത് ഞാനാടാന്ന് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നില്ല. അമ്മ അതിരി കളറായിപ്പോയി. സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ നമുക്ക് ഹർത്താൽ ആഘോഷിച്ച് മരിക്കായിരുന്നു. ഇതിപ്പോ ആർക്കും അതിനും പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, ജാടകളൊക്കെ മാറ്റിവെച്ച് എണീറ്റ് അടുക്കളയിൽ ചെന്ന് എന്തിന്റെയെങ്കിലുമൊക്കെ വിത്തോ കുരുവോ അതുമല്ലെങ്കിൽ നഴ്സറിയിൽ ചെന്ന് ഏതെങ്കിലുമൊക്കെ തൈ മേടിച്ച് വേഗം നട്ടോ. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ പണി പാളും. തമാശയല്ലട്ടോ, ഒരു രക്ഷയുമില്ല. കൊച്ചിയിലാണെങ്കിൽ ഇപ്പൊ കുടിവെള്ളവുമില്ല. ഇടയ്ക്കിടെ മാമൻ ദുബായിന്ന് വരുന്ന പോലെ ആണ്ടിലും കൊല്ലത്തിലും ഒന്ന് വന്നു പോവും. വരുന്നതാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിടാതെ തന്നെ ആ വെള്ളം കുടിക്കുകയും ചെയ്യാം. അങ്ങനെ കാര്യങ്ങൾ മൊത്തം ഹാപ്പി സീനാണ്. അതുകൊണ്ട് പറയണേ, ഞാൻ എന്തായാലും ഇറങ്ങി. കുറച്ച് വിത്തും 10 ചെടിയും വെച്ച് ബുദ്ധിയുള്ള ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചാൽ പ്രകൃതി നമ്മളെ നശിപ്പിക്കുമെന്ന്. ഇങ്ങനെ പോകുന്നു താരത്തിന്റെ പോസ്റ്റ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.